ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് കരഞ്ഞ് കണ്ണീര് കാണിക്കുമ്പോഴേക്ക് പിന്നെ അവനങ്ങ് ഭയങ്കര പാപമാണ്, അവനങ്ങ് ഭയങ്കര സംഭവമാണ്, അവൻ അയ്യോ അവൻ്റെ ഭാര്യ അവനെ ഇതാക്കുന്നേ, എൻ്റെ മോളെ ഇതൊന്നും അല്ല സംഭവം. അതായത് ഭാര്യയോടുകൂടി ജീവിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഭാര്യ, 2 മക്കളെ, ആ മക്കളെ പ്രസവിക്കണം, അതിനെ വളർത്തണം, അങ്ങനെ വലുതാക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ബാധ്യതയാണ്. അതിനിടയിൽ ഈ പഹിയൻ പോയിട്ട് ഒരുപാട് സിനിമയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ അപ്പോഴും എന്ന് പറഞ്ഞാൽ ഭാര്യയോട് തോന്നുമ്പോഴേ അയ്യോ ഭാര്യ പഴയതായി, ഇനിയിപ്പോൾ പുതിയത്, വേറെ കാമുകീനെ വേണം, പിന്നെ വേറെ ബന്ധങ്ങൾ വേണം, വേറെ ഇതൊക്കെ വേണം. ഇതൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യ കുറ്റക്കാരി. അപ്പോഴത് പിന്നെ ഡിവോഴ്സ് വേണം. ഡിവോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ പോയിട്ട് വേറെ കെട്ടണം. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ എവിടെയോ സെറ്റാകാതെ വന്നിരിക്കുമ്പോൾ വന്ന് പറയും ഭാര്യ എന്നെ എല്ലാം പറ്റിച്ചു, ഭാര്യ എന്നെ ചതിച്ചു, ഭാര്യ എൻ്റെ എല്ലാം കൊണ്ടുപോയി എന്നൊക്കെ പറയും. ഇവിടെ എത്ര ഉദാഹരണങ്ങളാണ് അങ്ങനെ. അതായത് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ എൻ്റെത് നിൻ്റെതെന്നൊന്നുമില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അതുപോലെ ജോലി എന്ന് പറഞ്ഞാൽ ഭാര്യയും ചെയ്യുന്നുണ്ട്. ഭാര്യയല്ലേ ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്, ആ കുഞ്ഞുങ്ങളെ പഠിപ്പിൻ്റെ കാര്യം നോക്കുന്നില്ലേ? 10 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയായിട്ട് അവിടെ വിശ്രമിച്ച് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജോലിക്ക് പോകാൻ കഴിയുമോ? സാധാരണ എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭർത്താവല്ലേ ജോലിക്ക് പോവുക. ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവന് പുതിയ കാമുകി വന്നു കഴിഞ്ഞാൽ അവൻ അതിനെയും കൊണ്ടുപോയി. ഇപ്പോഴും ഒരു സിനിമാ താരം വന്നിട്ട് ഇന്നലെ കരയുന്ന കണ്ടു, ജയൻ രവി എന്തോ ഒരു പേരും പറഞ്ഞിട്ട്. അവൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കുറേ നാളായിട്ട് ഭാര്യയെ വേണ്ട, അവന് കുറേ നാളായിട്ട് കാമുകി ഉണ്ടായിരുന്നു. ഈയിടെയായിട്ട് കാമുകി സുല്ലു വിളിച്ചിട്ട് കാമുകിയും പോയി. കാമുകി പറഞ്ഞു എനിക്ക് വേണ്ട മോനെ, ഞാൻ പോകുമെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഈ കാമുകിമാർക്ക് അങ്ങനെയാണ്, എപ്പോഴും വേണമെങ്കിലും ഇറങ്ങിപ്പോകാം. ആ ഇറങ്ങിപ്പോയപ്പോഴും എൻ്റെ ഭാര്യ കാരണമാണ്, എൻ്റെ ഭാര്യയെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇവിടെയുള്ള സെലിബ്രിറ്റികളുടെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. അതായത് ഇപ്പോഴും നമ്മുടെ മലയാളത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ മുകേഷ് ആണെങ്കിൽ പണ്ട് എന്ന് പറഞ്ഞാൽ സരിതേനെ കല്യാണം കഴിച്ചു, 2 മക്കൾ. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷുമായിട്ട് ഡിവോഴ്സ് ആകുന്നത്. ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ മക്കളെ വളർത്തിയിട്ടാണ് ജീവിക്കുന്നത്. അവർ വേറൊരു കല്യാണം കഴിച്ചിട്ടില്ല, അവർക്ക് വേറൊരു സുഖങ്ങളില്ല, വേറൊരു ഇതില്ല, വേറെ ഒന്നുമില്ല. നേരെ മറിച്ച് മുകേഷോ അവിടുന്ന് ഒരാളെ കല്യാണം കഴിച്ചു. അവിടുന്ന് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കല്യാണം സുഖമായിട്ട് പോകുന്നില്ലേ? അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതയുണ്ടോ? നാളെ വന്നിട്ട് ഈ പഹയം വിളിച്ചു പറയുന്നു എൻ്റെ സ്വത്ത് തേച്ചും സരിത കൊണ്ടുപോയി, എൻ്റെ സ്വത്ത് തേച്ചും സരിത കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷിൻ്റെ ഭാഗത്ത് നമുക്ക് നിൽക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഗണേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ഡോക്ടറാണ്. അവർ മര്യാദയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പിന്നെന്താ അവരുടെ സ്ത്രീയാണ്. അവരെ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2 മക്കളായപ്പോഴേ അവരുമായിട്ട് പ്രശ്നമാകുന്നു. അവരിപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. അവരിപ്പോഴും എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളെയും നോക്കി നിൽക്കുന്നു. ഈ പഹയനാണെങ്കിലോ ഇയാൾ കല്യാണം കഴിച്ചു, ഇയാളെ കൂട്ടത്തിൽ ഇപ്പോഴാണെങ്കിലും മക്കളും വരുന്നുണ്ട്. അപ്പോൾ ആരാ ഒറ്റപ്പെട്ടതാരാന്ന്? ഈ സ്ത്രീയല്ലേ. എപ്പോഴും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിലും ഞാൻ എന്താ പറയേണ്ടത്, പിന്നെ ആണുങ്ങളെ മാത്രം പിന്നെ എന്നിട്ട് പെണ്ണുങ്ങളും ഉണ്ട് അങ്ങനെയല്ലേ. എല്ലാ ആണുങ്ങളെന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, തെറ്റാണെന്നും പറയുന്നില്ല. പക്ഷേ ചില സംഭവങ്ങളൊക്കെ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഇടയിൽ മറ്റൊരാൾ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ്. പലരുടെ ഇടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ചില സെലിബ്രിറ്റികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വഭാവമുണ്ട്, ഇതെന്തോ അവർക്കെന്തോ അനുവദിച്ചു കൊടുത്തതാണ്, അല്ലെങ്കിൽ അവർക്ക് 2-3 ആകാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ലതായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുടെയും ജീവിതത്തിൽ, അതായത് ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള നടന്മാരുടെ ജീവിതത്തിൽ തന്നെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി തോന്നിവാസ പണിക്കൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള ചരിത്രങ്ങളൊക്കെ അന്വേഷിച്ചാൽ മതി. ആരും നല്ലവനൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ. എല്ലാം പഴയ കാലത്ത് പല തോന്നിവാസവും ചെയ്തിട്ടുണ്ട്. പിന്നെ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ മാറി സഞ്ചരിച്ചുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഇവിടെ ഇപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ വിവാഹം കഴിച്ചാൽ അവരുടെ ആ ഒരു വീട്ടുജോലിയും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഭർത്താവിന് വിചാരിക്കുന്നത് ഇവളെ വേണ്ട, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കാം. അങ്ങനെ വേറെ ഏതെങ്കിലും ഒന്നിൻ്റെ വഴിയേ പോകുന്നു. അപ്പോഴും ഈ പാവം അറിയുന്നുണ്ടാവില്ല, ഇത് വരുമ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടാക്കി വെക്കുന്നത്, കുട്ടികളെ സ്കൂളിൽ വിടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ ആൾ വന്നിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വേറെ എവിടെന്നെങ്കിലും പോയി സൂക്ഷിച്ചിട്ട് വരുന്നത്. അതൊന്നും ഈ പാവം അറിയുന്നുണ്ടാവില്ല. കുറേ നാൾ കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ അയ്യോ സ്ത്രീയായി, എല്ലാത്തിലും കാര്യം സ്ത്രീയായി. അങ്ങനെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ സ്ത്രീകളോടാണ് പറയുക, എന്താ പ്രശ്നം ഉണ്ടെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോ, 2 മക്കളല്ലേ, എന്താ ചെയ്യുക, 2 മക്കളല്ലേ, അഡ്ജസ്റ്റ് ചെയ്തോ, നീ എങ്ങനെയായിട്ട് നിങ്ങളെ പോയിട്ടുവാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതത്തിന്. ഇന്നലെ ഇപ്പോഴും ജയൻ രവി എന്ന് പറയുന്നയാൾ പൊട്ടിക്കരഞ്ഞപ്പോഴും എനിക്കൊരു സങ്കടവും തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയുന്നത് ഒരുപാട് കളവുമുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് കാമുകയുണ്ടെങ്കിൽ അവനൊരു കളവ് തന്നെയാണ്. അവന് വേണമെങ്കിലും മാനം മര്യാദയ്ക്ക് കല്യാണം കഴിച്ചൂടെ? അതായത് ഡിവോഴ്സ് വാങ്ങിച്ചതിന് ശേഷം കല്യാണം കഴിച്ചൂടെ? ഇപ്പോഴും പറയുന്നത് എനിക്ക് ഡിവോഴ്സ് തരുന്നില്ല, എൻ്റെ ഭാര്യ ജീവിതം നശിപ്പിക്കുന്നു. അതായത് ഡിവോഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം പോയിട്ട് കല്യാണം കഴിക്കണം പഹയന്. മനസ്സിലായി? ആ സ്ത്രീ എന്തോടോ ചെയ്യുക? 2 മക്കളെയും കൊണ്ട് ആ സ്ത്രീ എന്താ ചെയ്യുക?
അവർ ഡിവോഴ്സ് കൊടുക്കുന്നില്ലെങ്കിൽ അവരെ പോലെ തന്നെ താനും നിൽക്കണം. അതല്ലേ വേണ്ടത്. അല്ലാതെ ഡിവോഴ്സ് വാങ്ങിച്ച് തരണം എന്നാലേ എൻ്റെ സിനിമ ഇറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സിനിമ ഇറക്കണമെന്നില്ല. ഒരു കരച്ചിൽ കൊണ്ടൊന്നും ഇവിടെ ആൾക്കാർ നന്നാകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു കരച്ചിൽ കൊണ്ടൊന്നും ഒരുത്തനും ഒരു മഹാനാകുന്നില്ല. ഒരു മരണം കൊണ്ടൊന്നും ആരെയും മഹാന്മാരാക്കുന്നുമില്ല. കഴിഞ്ഞ കാലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എഴുതി എഴുതി വെച്ചിട്ടുണ്ടാകും. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇന്നലെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചു. ഒരു ചോദ്യം എൻ്റെ വീട് ചോദിച്ചോട്ടെ, എന്തിനാണ് നിങ്ങൾക്കൊരു കാമുകി? അതായത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല, പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഒരു കാമുകി? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ ഡിവോഴ്സ് കഴിഞ്ഞാൽ നിങ്ങളത് പറഞ്ഞ് പിരിയുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് ജീവിതത്തിലേക്ക് പോയിക്കോളുക. അല്ലാതെ എന്ന് പറഞ്ഞ് എനിക്ക് നാളെ തന്നെ ഡിവോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ നാളെ തന്നെ ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രണ്ട് മക്കളെ പ്രസവിച്ച ആ ഭാര്യയെ ആരാണ് അവിടെ സ്വീകരിക്കാനുള്ളത്? ഏതെങ്കിലും ഒരുത്തൻ വന്ന് സ്വീകരിക്കോ? ഒരുത്തനും സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെ പക്ഷത്തും തെറ്റുണ്ടാകും. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറ്റക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയൻ രവി തന്നെയാണ്. അയാൾക്കെന്ന് പറയുന്നത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മറ്റു പല ബന്ധങ്ങളും ഉണ്ടാകാം. ആ ബന്ധം തന്നെയാണ് ഇവരുടെ ബന്ധം ഇങ്ങനെയാക്കിയത്. ഏത് ഭാര്യയായാലും ശരി, അതിലെന്ന് പറഞ്ഞാൽ കുറച്ച് തൻ്റെ ഉള്ള ഭാര്യയാണെങ്കിൽ ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാളെന്ന് പറഞ്ഞാൽ വെച്ചേക്കത്തില്ല. ഇയാളെ നല്ല രീതിയിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല എന്താ പറഞ്ഞാൽ ചിലപ്പോൾ ഉപദ്രവിക്കും. അതുറപ്പാണ്. അപ്പോൾ ഇന്നലെ ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട്, ഈ ജയൻ രവിക്ക് വേണ്ടി ഞാൻ എല്ലാ സപ്പോർട്ടും ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരന് സംഭവിച്ചത് ഇതാണ്. ആ സഹോദരൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു നടിയുടെ സഹോദരനാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സഹോദരനെ ഭാര്യ മർദ്ദിക്കാറുണ്ട്. അതായത് മർദ്ദിക്കുന്ന കാര്യം വരെ എന്ന് പറഞ്ഞാൽ സഹോദരിയോട് വന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവൻ്റെ കയ്യെന്താ മാങ്ങ വരിക്കാൻ പോയിനാ? ഇവനൊരു 5 എണ്ണം കൊടുത്താലോ അവരെ ഒന്ന് തിരിച്ചു കൊടുക്കുള്ളൂ. അല്ലാതെ ഒരുത്തനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പോയിട്ട് ഒരാൾക്ക് തല്ലാൻ കഴിയോ? അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പം എല്ലാവരും പറയുന്നത് എന്താ അറിയാം, നിയമം മുഴുവൻ സ്ത്രീകളുടെ പക്ഷത്താണ് എന്ന് പറയുന്നുണ്ട്. എടോ, സ്ത്രീകൾ തന്നെയല്ലേ എല്ലാം അനുഭവിക്കുന്നത്. ആണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് കഴിയാൻ കാത്തുക്കും, അപ്പോഴേക്ക് പോയിട്ട് വേറെ കെട്ടൂലേ? അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ കുട്ടികളും വേണ്ട, ഒന്നും വേണ്ട. അവർക്ക് സുഖിച്ച് നടക്കാൻ, പറന്ന് നടക്കാൻ വേണ്ടിയിട്ട് വേറെ കെട്ടും പോയിട്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ പിന്നീട് ഇങ്ങനെ നോക്കി 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 ആ കുട്ടികളെ നോക്കി അവർക്ക് ജോലിയാക്കി, അവർക്ക് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഈ പിന്നെ വിവാഹവും കഴിപ്പിച്ചയച്ച് അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കൊഞ്ഞാട്ടയിലേക്ക് പോവുക. പക്ഷേ നേരെ മറിച്ച് ഭർത്താവ് എന്ന് പറയുന്നവനോ, അവൻ അപ്പോൾ തന്നെ പോയിട്ട് മറ്റൊരു വിവാഹം കഴിച്ചു. അത് എന്ന് പറയുന്നത് ചിലപ്പോൾ അവൻ്റെ അതേ ഏജിലുള്ള ഒരാളെയായിരിക്കും. വൈബ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് അതേ ഏജിലുള്ള ആളാ. കുട്ടികൾ വേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ട, ഒന്നും വേണ്ട, രണ്ടു പേർക്കും പറക്കാം, പാറിപ്പറക്കാം. ഇത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്ത്രീകളുടെ പേരിൽ കൂടുതൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വില്ലന്മാരാകുന്നത് കൂടുതലെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ തന്നെയാണ്. അതായത് ആണുങ്ങൾ എന്ത് തെണ്ടിത്തരം ചെയ്തു കഴിഞ്ഞാലും ഒന്ന് ക്ഷമിക്കുക, കണ്ണടക്ക്. പെണ്ണുങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം ചവിട്ടി പുറത്താക്കൽ ഏർത്തെ നിയമാടോ ഇത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ തെണ്ടിത്തരം കാണിക്കുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും ഉള്ളൊരു വലിയൊരു മറുപടി തന്നെയാണ് ഇത്. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.